Dear students, welcome to another session. This is part 4 of module 2. സിലബസ് പ്രകാരമുള്ള കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ നോക്കി. ലൂപ്സ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സ്, അതിൻ്റെ ജനറൽ സ്ട്രക്ചേഴ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്കതിൻ്റെ പ്രോബ്ലംസിലോട്ട് പോവാം. First problem is print numbers from 50 to 1 in descending order. 1 to 50 ascending order പ്രിൻ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 50 to 1 in descending order. നമുക്കാദ്യം അതിൻ്റെ ലോജിക്ക് നോക്കാം. ദെൻ ആൽഗോരിതം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അതിനുശേഷം സ്യൂഡോ കോഡിലോട്ട് പോകാം. സോ അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം 50 ആണ് ആദ്യം പ്രിൻ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഞാൻ 50 എന്ന് കൊടുത്തു. ഇനിഷ്യലൈസേഷൻ സ്റ്റെപ്പാണ് സെറ്റ് നമ്പർ ടു 50. അവിടെ നം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ആ ഒരു വേരിയബിളിനെ 50 അസൈൻ ചെയ്തു. പിന്നീട് എന്താ ചെയ്യാനുള്ളത്? 50 പ്രിൻ്റ് ചെയ്യണം. ദെൻ 49 പ്രിൻ്റ് ചെയ്യണം. 48, 47 അപ് ടു 1 വരെ പ്രിൻ്റ് ചെയ്യണം. 1 കൂടി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നത് എക്സിറ്റ് ആവാം. ഓക്കെ, അത് ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യണം. സോ ഇതെന്ന് പറയുന്നത് ഒരു റിപ്പീറ്റഡ് ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. റിപ്പീറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ ലൂപ്പ് യൂസ് ചെയ്യുക. ദെൻ അവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുക. നമുക്ക് അപ് ടു 1 വരെയാണ് പ്രിൻ്റ് ചെയ്യാനുള്ളത്. സോ നമ്മുടെ കയ്യിലുള്ള നമ്പർ ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ദ നമ്പർ. അതിനുശേഷം ഇപ്പോൾ 50 പ്രിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത നമ്പർ എന്താ പ്രിൻ്റ് ചെയ്യാനുള്ളത്? 49 ആണ്. സോ നമ്പർ എന്ന് പറയുന്ന ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യണം. ഡിക്രിമെൻ്റ് ചെയ്യുക. ഇപ്പോൾ 50 എന്ന് പറയുന്ന 49 ആവും. ദെൻ അഗെയിൻ ചെക്ക് ദ കണ്ടീഷൻ. ലൂപ്പ് എന്ന് പറയുന്നത് വീണ്ടും ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ 49 ആയി. വീണ്ടും അത് ചെക്ക് ചെയ്യും. യെസ്, ദ കണ്ടീഷൻ ഈസ് ട്രൂ. 49 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ എഗെയിൻ ആ ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യും. 49 പ്രിൻ്റ് ചെയ്യും. ദെൻ ഡിക്രീസ് ദ നമ്പർ ബൈ 1, ദറ്റ് ഈസ് 48 ആവും. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ് ടു 1 വരെ പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം നമ്പറിൻ്റെ വാല്യൂ 0 ആവും. അപ്പോൾ ആ കണ്ടീഷൻ എങ്ങനെ വരും? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അത് ഫോൾസ് ആണ്. സോ അവിടെ വെച്ച് ആ ഒരു ലൂപ്പ് എക്സിറ്റ് ആവും. ആ ഒരു പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ ആൽഗോരിതം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്ന ഒരു പ്രൊസീജിയറാണ് ആൽഗോരിതം. നമ്മുടെ ലോജിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. ദെൻ ഇനിഷ്യലൈസ് എ വേരിയബിൾ നം ആൻഡ് സെറ്റ് ടു 50. ദെൻ ഒരു ലൂപ്പ് കൊടുക്കണം. റിപ്പീറ്റ് ദ ഫോളോയിങ് സ്റ്റെപ്സ് വൈൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ആ ലൂപ്പിനകത്ത് കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻ്റ് ദ വാല്യൂ ഓഫ് നമ്പർ ആൻഡ് ഡിക്രീസ് ദ വാല്യൂ ഓഫ് നമ്പർ ബൈ 1. ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഫൈനലി എൻഡ് ചെയ്യുക. നമ്മുടെ കറക്റ്റായിട്ടുള്ള ലോജിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് സ്യൂഡോ കോഡിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു ആൽഗോരിതം സ്യൂഡോ കോഡിലോട്ട് മാപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്യൂഡോ കോഡ് മേ സ്റ്റാർട്ട് വിത്ത് ബിഗിൻ കീവേഡ്. ദെൻ സെറ്റ് ദ നമ്പർ ആസ് 50. നം എന്ന് പറയുന്ന വേരിയബിളിന് ഇനിഷ്യൽ വാല്യൂ കൊടുത്തു 50. ദെൻ വൈൽ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. Then within the loop, print the value of num. അതായത് 50 സ്റ്റാർട്ട് ചെയ്യും. Then decrement the value of num, that is num equal to num minus 1. ഓക്കെ, ആ ഒരു ലൂപ്പിനകത്ത് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഫൈനലി end the loop, end while, and final keyword end. ദെൻ ഈ ഒരു പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, കറക്റ്റായിട്ട് അത് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. 50 സ്റ്റാർട്ട് ചെയ്തു. ഡിസെൻഡിങ് ഓർഡറിൽ അപ് ടു 1 വരെ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സ്യൂഡോ കോഡ് കറക്റ്റാണ്.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. നമുക്കറിയാം ഫാക്ടോറിയൽ ഓഫ് എ നോൺ നെഗറ്റീവ് ഇൻറ്റീജർ n എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് 5 വിച്ച് ഈസ് 1 into 2 into 3 into 4 into 5 which is 120. മറ്റൊരു എക്സാമ്പിൾ ഫാക്ടോറിയൽ ഓഫ് 3 that is 1 into 2 into 3 which is 6. Then factorial of n is 1 into 2 into 3 into etc. up to n. അവിടെ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. സോ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരു ലൂപ്പിനകത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത് ഫ്രം 1 to n. നമുക്ക് ആൽഗോരിതം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. സ്റ്റാർട്ട്, ദെൻ അക്സെപ്റ്റ് ദ വാല്യൂ ഓഫ് n. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ദ നമ്പർ n. ഇപ്പോൾ ഫാക്ടോറിയൽ ഓഫ് n ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഒരു നമ്പർ n ദാറ്റ് ക്യാൻ ബി എ നോൺ നെഗറ്റീവ് നമ്പർ. ദെൻ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു ഫാക്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുകയാണ്. ദെൻ അതിനൊരു ഇനിഷ്യൽ വാല്യൂ കൊടുത്തു 1. ഒരു ടെമ്പററി റിസൾട്ട് എന്ന് പറയുന്നത് 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇപ്പോൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിളിന് ഫാക്ട് എന്ന് കൊടുത്തു, അതിന് വാല്യൂ അസൈൻ ചെയ്തു 1. ദെൻ അവിടെ ലൂപ്പ് വർക്ക് ചെയ്യണം. സോ ഫോർ ഈച്ച് ഇൻറ്റീജർ I from 1 to n do the following. സോ 1 to n വരെ ലൂപ്പ് വർക്ക് ചെയ്യണം. ആ ലൂപ്പിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാനുള്ളത്. സോ മൾട്ടിപ്ലൈ ഫാക്ട് ബൈ I ആൻഡ് അപ്ഡേറ്റ് ഫാക്ട്. ഓരോ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞ് ഫാക്ട് എന്ന് പറയുന്ന റിസൾട്ട് വേരിയബിളിന് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഫാക്ടോറിയൽ ഓഫ് 3 ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 1 into 2, ദെൻ അതിൻ്റെ റിസൾട്ട് കൊണ്ട് ഇൻറ്റു 3 ചെയ്യണം. സോ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 6. ഫാക്ടോറിയൽ ഓഫ് n ഈസ് 1 into 2 into 3 into 4 into etc. up to n. സോ ഓരോ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞ് ആ ഒരു റിസൾട്ട് വേരിയബിൾ ഫാക്റ്റിൽ അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ആ ഒരു ലൂപ്പ് എൻഡ് ചെയ്യുമ്പോൾ ഫാക്ട് എന്ന് പറയുന്ന വേരിയബിളിൽ ഫൈനൽ റിസൾട്ട് ആയിരിക്കും. സോ ഫാക്ട് വിൽ ഹോൾഡ് ദ ഫാക്ടോറിയൽ ഓഫ് n. ഈ ഒരു ഫാക്ടോറിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 6 ഈസ് പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് ഫാക്ട്. ദെൻ സ്റ്റോപ്പ് ദ പ്രോഗ്രാം, എൻഡ്. ദെൻ അതിൻ്റെ സ്യൂഡോകോഡ് എഴുതി നോക്കാം. ടൈപ്പ് ബിഗിൻ. ദെൻ യൂസർ എന്നൊരു നമ്പർ അക്സെപ്റ്റ് ചെയ്യണം ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ ഫാക്ടോറിയൽ. സോ ഇങ്ങനെ കൊടുക്കാം, ഇൻപുട്ട് n. ദെൻ നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. ഞാനവിടെ ഫാക്ട് എന്ന് കൊടുക്കുകയാണ്. ഫാക്റ്റിന് ഒരു ഇനിഷ്യൽ വാല്യൂ കൊടുക്കുകയാണ് ആസ് 1. സോ ഇങ്ങനെ കൊടുക്കാം, സെറ്റ് ദ വേരിയബിൾ ഫാക്ട് ഈക്വൽ ടു 1. സോ ഫാക്റ്റിൻ്റെ ഇനിഷ്യൽ വാല്യൂ ഈസ് 1. ദെൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഫോർ വേരിയബിൾ I ഫ്രം 1 to n. സോ 1 to n വരെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ദെൻ വിത്തിൻ ദ ലൂപ്പ് ഫാക്റ്റിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാണ്. ഫാക്ട് ഈക്വൽ ടു ഫാക്ട് ഇൻറ്റു I. ഓരോ തവണയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ശേഷം റിസൾട്ട് വേരിയബിൾ ഫാക്റ്റിൽ അപ്ഡേറ്റ് ചെയ്യും. ദെൻ എൻഡ് ദ ലൂപ്പ്, എൻഡ് 4. ദെൻ വി നീഡ് ടു ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട്. സോ പ്രിൻറ്റ് ദ ഫാക്ടോറിയൽ വേരിയബിൾ ഫാക്ട്. ദെൻ എൻഡ് ദ പ്രോഗ്രാം. ദെൻ നമ്മുടെ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്പർ അവിടെ കൊടുക്കണം. വെയിറ്റിംഗ് ഫോർ ദ ഇൻപുട്ട്. അതായത് ലൈൻ 1 എന്ന് പറയുന്നത് ഇൻപുട്ട് n ആണ്. അതായത് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ ഇൻപുട്ട്. ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ലൈനിലോട്ട് അത് മൂവ് ചെയ്യത്തുള്ളൂ. സോ വെയിറ്റിംഗ് ഫോർ ഇൻപുട്ട്. ഞാൻ അവിടെ ഇൻപുട്ട് കൊടുക്കുകയാണ്. n ഈസ് 6. സബ്മിറ്റ് കൊടുക്കുകയാണ്. സോ എന്നിൻ്റെ വാല്യൂ 6. നൗ അത് എക്സിക്യൂട്ട് ചെയ്തു. റിമൈനിങ് ലൈൻസ് കൂടി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് 720 എന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ്, 720. സോ നമ്മുടെ സ്യൂഡോ കോഡ് കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് n നമ്പേഴ്സ് ഇൻപുട്ട് ബൈ ദ യൂസർ. സിലബസിൽ പറഞ്ഞിട്ടുണ്ട് pseudocode should be implemented using all the 3 loop variants. ഓക്കെ, ഇപ്പോൾ pseudocode എഴുതുന്നതിന് മുമ്പ് അതിൻ്റെ ആൽഗോരിതം എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫൈൻഡ് ദ സം ഓഫ് n നമ്പേഴ്സ്
ഇൻപുട്ട് ബൈ ദ യൂസർ. അതായത് n നമ്പേഴ്സിൻ്റെ സം കാണാനായിട്ടാണ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻപുട്ടായിട്ട് കൊടുക്കാനുള്ളത്? എന്നിൻ്റെ വാല്യൂ കൊടുക്കണം. അതായത് നിങ്ങൾ എന്നിൻ്റെ വാല്യൂ 3 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 റാൻഡം നമ്പേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ദെൻ അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ അക്സെപ്റ്റ് ചെയ്യണം, എന്നിൻ്റെ വാല്യൂ അനുസരിച്ച് ഉള്ള റാൻഡം നമ്പേഴ്സും അക്സെപ്റ്റ് ചെയ്യണം. ദെൻ അതിൻ്റെ സം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സം ആണ്. സോ എൻ്റെ ലോജിക്ക് ഇതാണ്. ഇൻപുട്ട് ദറ്റ് ഇസ് ഗെറ്റ് n ഫ്രം ദ യൂസർ. ദെൻ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു വേരിയബിൾ എടുക്കണം. ഇവിടെ ഞാൻ സം എന്ന് പറയുന്ന വേരിയബിളാണ് എടുത്തിരിക്കുന്നത്. അതിനെ 0 ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനിഷ്യൽ വാല്യൂ സെറ്റ് ടു 0. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ സമ്മിൻ്റെ വാല്യൂ 0. ദെൻ ഒരു ലൂപ്പ് വേണം. അതായത് n നമ്പേഴ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ സമ്മും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ n നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതും സം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ലൂപ്പിനകത്താണ്. ഒരു ഫോർ ലൂപ്പ് അല്ലെങ്കിൽ വൈൽ ലൂപ്പ് എടുക്കാം. i ഫ്രം 1 to n 1 by 1 ആയിട്ട് ഓരോ നമ്പേഴ്സും അക്സെപ്റ്റ് ചെയ്യുക, സം എടുക്കുക, ഇൻപുട്ട് നമ്പർ ആൻഡ് ആഡ് ടു സം. ദെൻ ഫൈനലി ഔട്ട്പുട്ട് ദറ്റ് ഈസ് പ്രിൻറ്റ് ദ സം. ഇപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം പ്രിൻറ്റ് ചെയ്യുക. ഫൈനൽ റിസൾട്ട് മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് എൻ്റെ ആൽഗോരിതം നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട്, accept n, that is input the value of n, then സമ്മിൻ്റെ വാല്യൂ 0 എന്ന് കൊടുത്തു. ഔട്ട്പുട്ട് വേരിയബിൾ ആണ് സം എന്ന് പറയുന്നത്. ഫൈനൽ റിസൾട്ട് അതാണ് സമ്മിലുണ്ടാവുക. അപ്പോൾ ഇനിഷ്യലി സെറ്റ് ടു 0. ദെൻ നമുക്കൊരു ലൂപ്പ് വേണം. അവിടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 1 to n. ദെൻ റിപ്പീറ്റ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അതായത് ഓരോ നമ്പറും അക്സെപ്റ്റ് ചെയ്യണം. 1 by 1 ആയിട്ടാണ് അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. n 5 ആണെന്നുണ്ടെങ്കിൽ 5 നമ്പേഴ്സ് 1 by 1 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണം. സോ അക്സെപ്റ്റ് ചെയ്യുന്നതും സം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ആ ഒരു ലൂപ്പിനകത്ത് കൊടുക്കുക. ഓരോ നമ്പറും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ് ടു n വരെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യണം. സോ ആ ഒരു ലൂപ്പ് എക്സിറ്റ് ആകുമ്പോൾ സമ്മിലുള്ളത് ഫൈനൽ റിസൾട്ടാണ്. ആ ഒരു വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് സം. അവസാനം അത് എൻഡ് ചെയ്യുക. ദെൻ അതിൻ്റെ സ്യൂഡോകോഡ് എഴുതാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫോർ ലൂപ്പ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അക്സെപ്റ്റ് ദ വേരിയബിൾ n, ദാറ്റ് ഈസ് ഇൻപുട്ട് n, ഔട്ട്പുട്ട് വേരിയബിൾ സെറ്റ് ടു 0, സെറ്റ് സം ടു 0. ദെൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ i ഫ്രം 1 to n, ദെൻ അക്സെപ്റ്റ് ദ നമ്പർ 1 by 1, ഇൻപുട്ട് നം. അവിടെ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ഓരോ നമ്പറും 1 by 1 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു നമ്പർ വേരിയബിളാണ്. ദെൻ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നം. അവിടെ ശ്രദ്ധിക്കുക, ഓരോ നമ്പറും ആക്സെപ്റ്റ് ചെയ്തിട്ട് പ്രീവിയസ് സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. അതായത് സം എന്ന് പറയുന്ന ഗെറ്റ് അപ്ഡേറ്റഡ് ഇൻ ഈച്ച് സ്റ്റെപ്പ്. ഇപ്പോൾ 1 to n വരെ ഈ ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്യും. ദെൻ n4 പ്രിൻറ്റ് ദ ഔട്ട്പുട്ട്, പ്രിൻറ്റ് സം ആൻഡ് എൻഡ് ദ പ്രോഗ്രാം. ദെൻ സെയിം പ്രൊസീജിയർ വൈൽ ലൂപ്പ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ടൈപ്പ് ബിഗിൻ, ഇൻപുട്ട് n, സെറ്റ് സം ഈസ് ഈക്വൽ ടു 0. ദെൻ ഐക്ക് ഇനിഷ്യൽ വാല്യൂ കൊടുക്കുകയാണ്. സെറ്റ് i ഈസ് ഈക്വൽ ടു 1. നമ്മൾ ഫോർ ലൂപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ വാല്യൂ കൊടുക്കേണ്ടതില്ല. ഫോർ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ തന്നെ അവിടെ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുന്നുണ്ട്, 1 to n അല്ലേ. ബട്ട് ഇൻ വൈൽ നമ്മളൊരു കണ്ടീഷൻ മാത്രമേ കൊടുക്കൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനിഷ്യൽ വാല്യൂ അസൈൻ ചെയ്യണം. സോ സെറ്റ് i ഈസ് ഈക്വൽ ടു 1. ദെൻ വൈൽ ലൂപ്പ്, വൈൽ, ദെൻ കണ്ടീഷൻ അപ് ടു n വരെയാണ് റൺ ചെയ്യാനുള്ളത്. സോ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ദെൻ അതിനകത്ത് ഇൻപുട്ട് നമ്പർ, ദെൻ നേരത്തെ പറഞ്ഞ പോലെ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നം. ദെൻ ഒരു കാര്യം കൂടി കൊടുക്കണം, ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. i ഈസ് ഈക്വൽ ടു i പ്ലസ് 1. അപ്പോൾ ആ ഒരു വൈൽ ലൂപ്പ് അപ് ടു n വരെ റൺ ചെയ്യും. ദെൻ എൻഡ് ദ വൈൽ ലൂപ്പ്. ഫൈനൽ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യണം. സോ പ്രിൻറ്റ് സം. ഇപ്പോൾ ലൂപ്പ് റൺ ചെയ്ത് എക്സിറ്റ് ആകുമ്പോൾ സമ്മിലുണ്ടാവുക ഫൈനൽ റിസൾട്ടാണ്. ആ ഫൈനൽ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു, പ്രിൻറ്റ് സം, ദെൻ എൻഡ് ദ പ്രോഗ്രാം. ഇത് തന്നെ മറ്റൊരു ലൂപ്പ് വെച്ച് ചെയ്യാം. ദറ്റ് ഈസ് റിപ്പീറ്റ് അണ്ടിൽ ലൂപ്പ്. ഇപ്പോൾ ഇൻപുട്ട് n, സം സെറ്റ് ടു 0, സെറ്റ് i ഈസ് ഈക്വൽ ടു 1. ദെൻ വൈൽ കണ്ടീഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള ബ്ലോക്കാണ് ആദ്യമേ കൊടുക്കുക. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ റിപ്പീറ്റ് അണ്ടിൽ ആൻഡ് വൈൽ ലൂപ്പ്. സോ റിപ്പീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഇൻപുട്ട് നമ്പർ 1 by 1 ആയിട്ട് ഓരോ നമ്പറും അക്സെപ്റ്റ് ചെയ്യാനാണ്. ദെൻ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നം.
then updating the value of I is equal to I plus 1. After that, the condition, until, then condition. Then print the sum and end the program. Okay. നമ്മൾ എഴുതിയ സ്യൂഡോ കോഡ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ എഴുതിയ സെയിം പ്രോഗ്രാം തന്നെയാണ്. എക്സിക്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ എൻ. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യൂ. ഞാനിവിടെ എന്നിൻ്റെ വാല്യൂ 3 എന്ന് കൊടുക്കുകയാണ്. സോ 3 നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. സോ നമ്പർ 1 20, then second number 15, third number 45. Then sum calculate ചെയ്ത് ഡിസ്പ്ലേ ആണ്. സോ ദ റിസൾട്ട് ഈസ് 80. കറക്റ്റാണ്. സോ നമ്മൾ എഴുതിയ പ്രോഗ്രാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് n നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ n നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്തു, n നമ്പേഴ്സിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ n നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു, ആ n നമ്പേഴ്സ് നിന്ന് മാക്സിമം നമ്പർ അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണോ അത് മാത്രം പിക്ക് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് n ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഞാൻ കൊടുക്കുകയാണ് 13. സോ ഇനിഷ്യൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ മാക്സിമം 13 എന്ന് സ്റ്റോർ ചെയ്യും. മാക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിരുന്നു. ഇപ്പോൾ കൊടുത്ത വാല്യൂ ആണ് ലാർജസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ മാക്സ് ഈസ് ഈക്വൽ ടു 13. സെക്കൻഡ് നമ്പർ ഞാൻ കൊടുക്കുന്നത് 10 ആണ്. സോ മാക്സിമം നമ്പർ ഇപ്പോഴും 13 ആണ്. 10 വെച്ച് നോക്കുമ്പോൾ 10 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് നമ്പർ ആണ്. സോ സ്റ്റിൽ മാക്സ് ഈസ് ഈക്വൽ ടു 13. ദെൻ തേർഡ് നമ്പർ കൺസിഡർ ഐ ആം ഗിവിങ് 50. പ്രീവിയസ് കേസിൽ ലാർജസ്റ്റ് നമ്പർ 13 ആയിരുന്നു. ഇപ്പം ഞാൻ കൊടുത്തത് 50 ആണ്. സോ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 50 വരെ. സോ 50 എടുത്ത് പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ 3 നമ്പേഴ്സ് കൊടുത്തു. 3 നമ്പേഴ്സിൽ നിന്ന് മാക്സിമം നമ്പർ പിക്ക് ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ n നമ്പേഴ്സ് കൊടുക്കാം. അപ്പോൾ n നമ്പേഴ്സും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് അത് മാത്രം പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇൻപുട്ട് ദറ്റ് ഇസ് ഗെറ്റ് n ഫ്രം ദ യൂസർ. മാക്സിമം എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുകയാണ്. ഇനിഷ്യലൈസ് ടു 0, മാക്സ് ടു 0. ദെൻ അതിൽ വരുന്ന പ്രോസസ് എന്താണ്? ഓരോ നമ്പറിനെയും പിക്ക് ചെയ്ത് ലാർജസ്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കൊടുക്കുന്ന നമ്പർ ലാർജർ ആണെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടൊരു ലൂപ്പ് വേണം. റിപ്പീറ്റഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക, നമ്പർ അക്സെപ്റ്റ് ചെയ്യുക, അത് കമ്പയർ ചെയ്യുക. സോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോ വി നീഡ് എ ലൂപ്പ്. ഫൈനലി പ്രിൻറ്റ് ദ ഫൈനൽ വാല്യൂ ഓഫ് മാക്സ്. ദെൻ അതിൻ്റെ ആൽഗോരിതം നോക്കാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, ഇൻപുട്ട് ദ വാല്യൂ ഓഫ് n, അതായത് നമ്പർ ഓഫ് വാല്യൂസ് ടു ബി കമ്പയർഡ്. സ്റ്റെപ്പ് 3 ഇനിഷ്യലൈസ് എ വേരിയബിൾ മാക്സ് ടു എ വെരി സ്മോൾ നമ്പർ. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ ഓഫ് മാക്സ് ഈസ് ഈക്വൽ ടു 0. ദെൻ റിപ്പീറ്റ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അതായത് 1 to n ടൈംസ് ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യണം. ആ ഒരു ലൂപ്പിനകത്ത് ഇൻപുട്ട് എ നമ്പർ ഫ്രം ദ യൂസർ, ഓരോ നമ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ ഇഫ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ മാക്സ്, അപ്ഡേറ്റ് മാക്സ് ടു ദിസ് നമ്പർ. ഓരോ നമ്പറും പിക്ക് ചെയ്ത് കമ്പയർ ചെയ്യുകയാണ്. ഏതാണോ ലാർജസ്റ്റ് നമ്പർ വരുന്നത് അതിനെ അപ്ഡേറ്റ് ചെയ്യും. സോ ആ ഒരു ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ മാക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ലാർജസ്റ്റ് നമ്പർ ആയിരിക്കും. പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് മാക്സ് ആൻഡ് എൻഡ്. ദെൻ ഈ ഒരു ആൽഗോരിതം സ്യൂഡോ കോഡായിട്ട് മാപ്പ് ചെയ്യാം. ബിഗിൻ, then accept n, that is input n, set a variable max as 0, then repeated operation വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ I from 1 to n, n ടൈംസ് നമുക്ക് വാല്യൂ അക്സെപ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ കമ്പയറും ചെയ്യാനുണ്ട്. ഫസ്റ്റ് അക്സെപ്റ്റ് നമ്പർ 1 by 1. സോ ഗീവ് ഇൻപുട്ട് നം, അതായത് നം എന്ന് പറയുന്ന വേരിയബിളിലാണ് വാല്യൂ ഓരോന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ ഈ ക്ലാസ്സുകളിലായിട്ട് ഇത് പഠിച്ചതാണ്. ഇഫ് കണ്ടീഷൻ, അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത നമ്പറും കറണ്ട് മാക്സിമം വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാനാണ്. നം ഗ്രേറ്റർ ദാൻ മാക്സ്. ഇപ്പോൾ കൊടുത്ത നമ്പറാണ് ലാർജർ എങ്കിൽ
മാക്സ് എന്ന് പറയുന്ന വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യണം. സോ മാക്സ് ഇസ് ഈക്വൽ ടു നം. ഓക്കെ, ആ ഒരു ഇഫ് കണ്ടീഷൻ എൻഡ് ചെയ്യാം. എൻഡ് ഇഫ്. n ടൈംസ് ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. ഓരോ തവണയും നമ്പർ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ലാർജർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ലാർജർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ലൂപ്പിനകത്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ദെൻ എൻഡ് ദ ലൂപ്പ്, എൻഡ് 4. ദെൻ ഫൈനലി ഈ ഒരു ലൂപ്പ് എൻഡ് ചെയ്യുമ്പോൾ ദ ലാർജസ്റ്റ് നമ്പർ വിൽ ബി ഇൻ മാക്സ് വേരിയബിൾ. ആ ഒരു മാക്സ് വേരിയബിൾ പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് മാക്സ്. എൻഡ് ദ പ്രോഗ്രാം. നമ്മുടെ കോഡൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റൺ ദ പ്രോഗ്രാം. അവിടെ എന്നിൻ്റെ വാല്യൂ 4 കൊടുക്കുകയാണ്. അപ്പോൾ 4 നമ്പേഴ്സ് ഞാൻ റാൻഡമായിട്ട് എൻ്റർ ചെയ്യും. അതൊന്ന് ബിഗ്ഗസ്റ്റ് ഏതാണോ അത് പ്രിൻറ്റ് ചെയ്യുമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് 55. ദെൻ സെക്കൻഡ് നമ്പർ 120. തേർഡ് നമ്പർ 350. ഫോർത്ത് നമ്പർ 500. ഓക്കെ, 500 ആണ് ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നത്. സോ ലാർജസ്റ്റ് നമ്പർ ഈസ് 500. 500 തന്നെ അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവർ പ്രോഗ്രാം ഈസ് കറക്റ്റ്. സിലബസിൽ പറയുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്തു. ബട്ട് അതിലും കൂടുതൽ പ്രോഗ്രാംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് നല്ല കോൺഫിഡൻസോട് കൂടി പ്രോഗ്രാം എഴുതാൻ പറ്റൂ. സോ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സ് റെഫർ ചെയ്യുക, മാക്സിമം പ്രോഗ്രാംസ് വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത സെഷനിൽ എന്താണ് ഫ്ലോ ചാർട്ട്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.